ഈ കടിക്കുന്ന നായ്ക്ക് ഇതിനെ തരാന്ന് ചോദിച്ചില്ലേ? സത്യത്തിൽ ഒരു എന്താ പറയുക ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ട് ഇതാ വണ്ണേനെ അറിഞ്ഞേക്ക് നടത്തി. അപ്പം കുട്ടിയുടെ 1 രൂപയുള്ളൂ ചായക്ക്. എങ്ങനെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ഇക്കാലത്ത് ചായ കൊടുക്കാൻ പറ്റുന്ന? ചായ കൊടുക്കുക എന്നുള്ളതേ ലക്ഷ്യമുള്ളൂ. മാർഗങ്ങളൊക്കെ കൊണ്ടിരിക്കാതെ അത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെ ചെയ്തു വെക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ എനിക്ക് തന്നെ ആൻസർ കിട്ടാത്തൊരു സംഭവമാണ്. ഇപ്പൊ പഞ്ചസാരക്ക് വില കൂടി. നിങ്ങൾ കട്ടൻ ചായ ആണല്ലോ ഇപ്പൊ കൊടുക്കുന്നത്. ആദ്യം പാൽ ചായ കൊടുത്തിരുന്നു അല്ലേ? പിന്നെ കട്ടൻ ചായക്ക് വില, ചായപ്പൊടിക്ക് വില കൂടി, പഞ്ചസാരക്ക് വില കൂടി. ഒത്തുപോവോ? എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകള് കെമിസ്ട്രി PG കഴിഞ്ഞിരിക്കുക. ഇളയ മകള് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ അത്ര വരെയൊക്കെ എത്തിക്കാൻ ഈ സാഹചര്യം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് അവർ വേണമെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ മൂത്ത മോളെ വിവാഹം കഴിച്ചു. വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയോ ചായക്ക് പൈസ കൂട്ടിക്കൂടെ? വീട്ടിൽ നിന്ന് പറയില്ല. വീട്ടിൽ നിന്ന് പ്രയാസം ഉണ്ടാവില്ല അവർക്ക്. അവരെ വരുമാനമല്ലേ ഈ പോകുന്നത്. അവർക്ക് കിട്ടേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ത്യാഗം അവരും കൂടി സഹിക്കുന്നുണ്ടാവും. എന്നോട് പറയുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് എന്തുണ്ടാകും, ഈ അച്ഛൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെയെന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അവരിരുന്ന് ആലോചിക്കുമ്പോൾ അതിൽ വേറെ ഒരു നല്ല ഭാഗം തോന്നിയിട്ടുണ്ടാവാൻ രണ്ടും ഉണ്ടാവും. പിന്നെന്താണ്, എന്തായാലും കാര്യങ്ങൾ അങ്ങനെ നടത്തി കൊണ്ടുപോകണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഇന്നൊരു കാര്യം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ അന്നേരം നടന്നത് പിറ്റേദിവസം അതിൻ്റെ പിറ്റേദിവസമെങ്കിലും നടത്തുമല്ലോ. എത്ര കൊല്ലായി ഈ കച്ചവടം തുടങ്ങിയിട്ട്? അത് 14 വർഷമായി ഞാനിതിങ്ങനെ ചെയ്യുന്നു. എത്ര വയസ്സുണ്ടാവും? എനിക്കൊരു 19 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. ഞാനങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ സത്യത്തിൽ ഒരു എന്താ പറയുക ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ട്? പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്. പ്രായം ഉണ്ടോ എന്നുള്ള പിന്നീടുള്ള കാര്യം. മനസ്സുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പമാണ്. രാവിലെ എത്ര മണിക്ക് വരും ഇങ്ങോട്ട്? രാവിലെ വീട്ടിൽ നിന്ന് വരാൻ ഞാനൊരു 7-8 മണിയൊക്കെ ആകുമ്പോൾ വരും. പക്ഷെ തുറന്ന് ഇവിടെ ആകുമ്പോഴത്തേക്ക് 9-9:30 ആവും ഇവിടെ. കാരണം ഓരോന്ന് സംഘടിപ്പിച്ച് ചെയ്ത് പലഹാരത്തിന് പോയാൽ കുറേ നേരം നിൽക്കണം. ഒറ്റയ്ക്കാണ്. ആദ്യം നേരത്തെ ഞാൻ ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ അത് പുലർച്ചെ വരും. പുലർച്ചെ വന്ന് തുറന്ന് കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ വഴിക്ക് നടത്തും. അന്ന് പിന്നെ ജോലിക്ക് ആളുണ്ട്. ഇപ്പം അതില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. വണ്ണേനെ അറിഞ്ഞേക്ക് നടത്തി. അപ്പം എനിക്ക് തന്നെ നോക്കണില്ല, പിന്നെ ആൾക്ക് എങ്ങനെ നോക്കൂ? കട്ടൻ ചായ. നമുക്കൊരു ചായ ഒരു കടിയും എത്രക്ക് കിട്ടും? 10 രൂപയ്ക്ക് കിട്ടും. 10 രൂപയ്ക്ക് കിട്ടും ഒരു ചായ ഒരു കടി. 10 രൂപ കൊണ്ട് വന്നാൽ മതി. മതി. എത്ര പേര് വരും ഒരു ദിവസം? അതിങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എന്തായാലും ചിലപ്പോൾ ഒരു 10, 60, 70, 80 ആളൊക്കെ വരും. ചിലപ്പോൾ 100 ആളുകൾ മേലെ വരും. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. അങ്ങനെ വ്യക്തമായിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ നഷ്ടം വരുന്ന ദിവസങ്ങളുണ്ട്. ആൾ കുറയും. അന്നേരം ഞാൻ വാങ്ങിക്കൊടുക്കുന്ന പലഹാരമൊക്കെ ബാലൻസ് ആകും, നഷ്ടം വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. ആദ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കലാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, വാങ്ങിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത. ഇനി എനിക്ക് അറിയില്ല, ഇനി ആർട്ടിഫിഷ്യലായിട്ടാണോ എന്നറിയില്ല. ഞാൻ അങ്ങോട്ട് ചെയ്യും. അവരെന്ത് തരുന്നു എന്നുള്ളത് നോ പ്രോബ്ലം. എൻ്റെ ഭാര്യയും മക്കൾ മാത്രമായിട്ടില്ല. എന്നെ ഈ സമൂഹം ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കാണില്ലേ, ഭാരതം എൻ്റെ മാതൃരാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. അതൊക്കെ ഇങ്ങനെ വരുന്ന ബുക്കിൽ വായിച്ചാൽ പോരാ. ബുക്കിലിങ്ങനെ അസംബ്ലിയിൽ ഇങ്ങനെ കൂടി നിന്നിട്ട് എങ്ങനെ അതിങ്ങനെ വായിക്കുക, അങ്ങനെ കേൾക്കുക, അതിന് മാത്രം കാര്യമൊന്നുമില്ല. അത് പ്രായോഗികമാക്കാൻ ജീവിതത്തിൽ കഴിയണം. ബോർഡൊന്നുമില്ലല്ലോ. എന്തിനാ ബോർഡ്?
ഈ കടിക്കുന്ന നായ്ക്ക് എന്തിനാ തരാന്ന് ചോദിച്ചില്ലേ? ബോർഡിലാണ് ഇപ്പം ബോർഡിലായിട്ട് അപ്പം നിങ്ങളൊക്കെ എത്തി പറഞ്ഞത് രംഗത്തേക്ക് ബോർഡിനും വേണ്ട ഏതോ ഒരു ബോർഡൊക്കെ വെക്കണമെങ്കിൽ എത്ര ലക്ഷം ഉറുപ്പ് കൊടുക്കണം. ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിനെയൊക്കെ കൊണ്ട് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കണം എന്ന് ഓരെ കൊണ്ട് പറയിക്കുന്നത് അതൊന്നും വേണ്ടത്. ഞാൻ തന്നെ ആളായ പ്രശ്നം കിട്ടില്ല. പദ്ധതി നോക്കാം. ഐ വിൽ ട്രൈ. കേട്ടല്ലോ, ഇതാണ് കുട്ടേട്ടൻ. പാളയത്ത് തളി റോഡിലാണ് കുട്ടേട്ടൻ്റെ ചായക്കട. പേരൊന്നും നോക്കിയിട്ട് ആരും വരണ്ട, പേരും ഒന്നുമില്ലാത്തൊരു ചായക്കടയാണ്. പക്ഷേ കട്ടൻ ചായ മാത്രം കുടിക്കാനാണെങ്കിൽ 1 രൂപ ചില്ലറയായിട്ട് വരേണ്ടി വരും. കട്ടൻ ചായയും ഒരു കടിയും കൂടിയാണെങ്കിൽ 10 രൂപയും കൊണ്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് വൈകുന്നേരത്തെ ഒരു ചായ അല്ലെങ്കിൽ ഇടനേരത്തുള്ളൊരു ചായയൊക്കെ കുടിച്ച് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോവുകയും ചെയ്യാം. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.